റാമോജി ഫിലിം സിറ്റിയെ കുറിച്ച് അധികം ആർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. നോർമലി എല്ലാവർക്കും അറിയുന്നത് ഇവിടെ ഫിലിം ഷൂട്ടിംഗ്സ് മാത്രമാണ് നടക്കുന്നത്, ഇവിടെ വരുന്നവർക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ മാത്രമേ കാണാൻ സാധിക്കൂ എന്നൊക്കെയാണ് അല്ലേ. പക്ഷേ ശരിക്കും അങ്ങനെയല്ല കേട്ടോ. ഇവിടെ കുറേ ഫെസിലിറ്റീസ് അവർ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ പബ്ലിക്കിന് ആക്സസ് ചെയ്യുകയും ചെയ്യാം. ഒരു അടിപൊളി തീം വെഡിങ് നിങ്ങളുടെ പ്ലാനിലുണ്ടോ? ഒരു നല്ല ബീച്ച് വെഡിങ്, അതല്ലെങ്കിൽ ഒരു റോയൽ പാലസിൽ രാജകുമാരിയെ പോലെ അണിഞ്ഞൊരുങ്ങി ഒരു വെഡിങ് എങ്കിൽ ദേ ഇങ്ങോട്ട് വരാട്ടോ. റാമോജി ഫിലിം സിറ്റിയിൽ താമസ സൗകര്യവും ഉണ്ട് കേട്ടോ. ഏകദേശം 6 ഹോട്ടലുകളുണ്ട്. നമ്മുടെ ബഡ്ജറ്റിനും സൗകര്യത്തിനും ഒക്കെ അനുസരിച്ച് ഡോർമെറ്ററി മുതൽ 5 സ്റ്റാർ ഹോട്ടൽ വരെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഇനി ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്നത് കോർപ്പറേറ്റ് മൈസ് മീറ്റിങ്ങുകളാണ് കേട്ടോ. ഹോട്ടലിലെ സ്ഥിരം ബോറിംഗ് മീറ്റിങ്ങുകൾ അല്ലാതെ ഒന്ന് കളറാക്കാൻ ധൈര്യമായിട്ട് ഇവിടെ വരാം. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞാൽ റാമോജി ഫിലിം സിറ്റി ടൂറും നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 6 തരം റെസ്റ്റോറൻറ്റുകളാണ് ഇവിടെ ഉള്ളത്. വെജോ നോൺ വെജോ അതല്ല ഇനിയിപ്പോൾ ജെയിൻ ഫുഡാണ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയ റെസ്റ്റോറൻറ്റും ഇവിടെ കാണാൻ സാധിക്കും. ഫാമിലിയുമായിട്ടോ ഫ്രണ്ട്സുമായിട്ടോ ഒക്കെ ഒരു 2 ഡേയ്സ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതല്ല സ്റ്റുഡൻസ് ട്രിപ്പാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ റാമോജി ഫിലിം സിറ്റി ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനി ആയിട്ടുള്ള മലബാർ ട്രാവൽസിനെ കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങളുടെ റിക്വയർമെന്റിനനുസരിച്ച് ട്രാവൽ പ്ലാൻ ഡിസൈൻ ചെയ്ത് നിങ്ങളെ കൂട്ടിയിട്ട് പോകും. കോൺടാക്ട് നമ്പർ ഞാൻ ബയോയിൽ കൊടുക്കാട്ടോ. അപ്പോൾ ഇനി ഒട്ടും താമസിപ്പിക്കണ്ട കേട്ടോ. ധൈര്യമായിട്ട് റാമോജി ഫിലിം സിറ്റിക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തു.